2025 ആദരപൂർവ്വം സ്വാഗതം പറയുന്നു. വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ 2025 എന്ന് പറയുമ്പോൾ കാലം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല. കാരണം മനുഷ്യനുണ്ടാക്കിയ ഒരു ക്ലോക്കിനനുസരിച്ച് നാം പറയുന്ന കാലമാണ് തൽക്കാലം. അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് 2025 എന്നൊക്കെ പറയുകയും ചെക്ക് ബുക്കിൽ അങ്ങനെ എഴുതുകയൊക്കെ ആവശ്യമാണെങ്കിൽ പോലും എന്ന് തുടങ്ങി എന്ന് അവസാനിച്ചു എന്നൊന്നും പറയാനായിട്ട് കഴിയാത്ത ഒരു ചക്രമാണ് കാലചക്രം. ഈ കാലം ഓരോരുത്തർക്കും ഓരോ മരിക്കണം. നമ്മുടെ സമയമല്ല, ഒരു ജീവിയുടെ സമയം. നമുക്ക് തന്നെ സമയത്തിന് വ്യത്യാസമുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ സമയം തോന്നുമല്ല, അതിനെക്കുറിച്ചുള്ള റിസർച്ച് പഠിച്ചപ്പോഴാണ് അറിയുന്നത്. നമ്മൾ ഏത് മണ്ടന്മാരുടെ ലോകത്താണ് ജീവിക്കുന്നത്? നമുക്ക് എന്താ അറിയാം മനുഷ്യൻ എന്താണ് കണ്ടുപിടിച്ചത്? എങ്കിൽ പോലും ഓരോ കൊല്ലവും മാറ്റം വരുന്നു. ഇത്തവണ ജനുവരി 1-ാം തീയതി എനിക്ക് വന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും താഴെ കൂടുതലുള്ള ഒരു സാഹിത്യകാരനാണ് വിളിച്ചത്. എത്രയോ കൊല്ലത്തെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഇവിടെ എന്താ ചെയ്യാ? ഓരോ കൊല്ലവും ഓരോ വയസ്സ് കൂടുകയല്ലേ. ഞാൻ പറഞ്ഞു ഓരോ കൊല്ലം ഓരോ വയസ്സ് കൂടുകയാണ്. ചെറുപ്പത്തില് എപ്പോഴും കുറച്ച് 2 വയസ്സ് കുറച്ചേ പറയുള്ളൂ. എവിടെ സംസാരിക്കുമ്പോഴും ആര് ചോദിച്ചാലും 30 വയസ്സായാലും 28 പറയുള്ളൂ. 30 എന്ന് പറയാനും മതി, 40 എന്ന് പറയാനും മതി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പരിധി കഴിഞ്ഞാൽ 2 വയസ്സ് കൂട്ടിയാ മതി. ആരോട് ചോദിച്ചാലും വൃദ്ധന്മാർ കുറയല്ല. എനിക്കിപ്പോ വയസ്സ് എത്രയാണ് എന്റെ വിചാരം. അപ്പോ നമ്മൾ ചോദിക്കുക എത്ര? 75, 78 കൂട്ടുന്നതിലാണ് ഗമ. എന്തായിരുന്നാലും ശരി, നമുക്ക് ചെയ്യാവുന്നത് ഡയറി എഴുതി വെച്ച് ജീവിക്കുന്ന ഓരോരുത്തർക്കും ചെയ്യാവുന്നത് പുതിയ വർഷത്തിലേക്ക് പരിവർത്തനം വേണം. കഴിഞ്ഞ കൊല്ലത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിളവെടുപ്പും വേണം. കഴിഞ്ഞ തവണ ആകപ്പാട് എടുക്കുമ്പോൾ ജീവിതത്തിൽ വിജയമാണോ പരാജയമാണോ? കഴിഞ്ഞ കൊല്ലം നമുക്ക് എവിടേക്ക് അബദ്ധം പറ്റിയത്? കൂടുതലും അബദ്ധം പറ്റുന്നത് വായനക്കൊണ്ടാണ്. കഴിഞ്ഞ കൊല്ലം ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാര്യയാണല്ലോ. അവിടെ നാക്ക് പഴവ് വരാൻ പാടില്ല. ഒരു നാക്ക് പഴവും വരാൻ പാടില്ല ഭാര്യയോട് സംസാരിക്കുമ്പോൾ. ഭർത്താവിനോട് സംസാരിക്കുമ്പോഴും പാടില്ല. ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും ഒരു വാക്കും അനാവശ്യമായിട്ട് പഴച്ചു പോകുന്നു. മിക്കവാറും പേരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപരിചിത ബന്ധുക്കളാണ്. ഏറ്റവും പരിചയമില്ലാത്തവരാണ് ഈ ബന്ധുക്കള്. നമ്മുടെ ഭാഷ, നമ്മുടെ രീതി, നമ്മുടെ ചലനങ്ങളെ, നമ്മുടെ ജീവിതം ഇതൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപരിചിതരാണ് അവര്. ഓരോരുത്തർക്കും ഏറ്റവും അധികം ആത്മപ്രശംസ വേണ്ടി വരുന്നത് ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴാണ്. ഇവർക്ക് അറിയില്ലല്ലോ, അപ്പൊ പറയേണ്ടി വരും. അത് പ്രശംസ എന്നുള്ളതല്ല. ഈ സമയത്താണ് ഈ ആശയം വ്യക്തമാക്കാൻ എൻ്റെ ഒരു കഥാപാത്രമുണ്ട്, വടിരാമൻ നായർ എന്ന്. വടിരാമൻ നായർ
ഏത് സമയത്ത് അയാളുടെ കയ്യിലൊരു വടിയുണ്ട്. എപ്പം നോക്കിയാലും വടിയില്ല നമുക്ക്. വീടിന്റെ അകത്തുനിന്ന് എണീറ്റ് അടുക്കളയിലേക്ക് പോകണമെങ്കിൽ വടി കയ്യിൽ വേണം. വടിയില്ല നടക്കില്ല. കാലിന് അസുഖം വേദനയൊന്നുമില്ല. അല്ലാതെ വടി കുത്തി നടക്കേണ്ട ആ കാര്യത്തിനല്ല വടി കുത്തുന്നത്. ഇപ്പൊ പലരും വടിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ വീട്ടിലേക്ക് വരുമ്പോ മാങ്കാവിൽ ഒരാൾ വടിയായിട്ട് നടക്കുന്നു. എന്താ കാര്യം? അലഞ്ഞു തിരിയുന്ന നായകളെ എപ്പോഴാ ചൂടാവുക എന്നറിയില്ല. നായകള് പരസ്പരം ചൂടായാലും നമ്മുടെ നേരെയാണ് വന്ന് കഴിക്കും. അതുകൊണ്ട് ഇവരെ ശ്രദ്ധിച്ചു പോകണം. കയ്യിലൊരു വടി കരുതിയ കുറെ ഭേദം. രാമൻ നായർ രാവിലെ എണീറ്റ് പോകുമ്പോ കയ്യില് വടിയുണ്ടാകും. പലരും മനസ്സിൽ വിചാരിക്കും, എന്തിനാ ഇയാൾ ഈ വടിയായിട്ട് ഇങ്ങനെ പോകും? ക്രമേണ അവരൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ശരീരത്തിന്റെ ചില ഭാഗത്ത് അടി കൊണ്ട വ്രണങ്ങൾ ഉണ്ടാകുന്നു. കാലിന്റെ ഇവിടെ വ്രണം, മറ്റേ കാലിന്റെ വൈകുന്നേരം വീട്ടിൽ വന്നാൽ തൈലം പരത്തിയിട്ടോ മുറിവെണ്ണ പരത്തിയിട്ടൊക്കെ ഇരിക്കും. പ്രായക്കുറവുള്ളവർ മുഖത്ത് നോക്കിയിട്ടൊന്നും ചോദിച്ചില്ല. വടി ആരെങ്കിലും തല്ലാനാണല്ലോ വടിയായിട്ട് നടക്കണം, അല്ലെങ്കിൽ വടി വേണം. അപ്പൊ നായ വന്നാൽ തന്നെ നായ തല്ലാനല്ലേ വടി. അപ്പോ ആയുധം എടുത്തോന് ആയുധത്തിന്റെ കൈക്കടി. ഈ വടി ഇട്ടോന് നാട്ടുകാരെ തല്ലിയുണ്ടാവും. തിരിച്ച് തല്ലിയ പരിക്കാണ് ശരീരത്തിൽ കാണുന്നത്. മുറിവെണ്ണ പരട്ടും, കയ്യിലൊക്കെ പരട്ടും. ആരും മൂത്ത് ചോദിക്കില്ല. എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ പറ്റും. അപ്പോഴത്തെ കാര്യം അങ്ങനെയാണ്. എന്തിനാ രാമൻ നായര് രാവിലെ വടിയായിട്ട് പോണ? നാട്ടുകാരെ തല്ലാൻ പോകുമ്പോ അവര് തിരിച്ചു തല്ലില്ലേ എന്ന് മുഖത്ത് നോക്കി ചോദിക്കാൻ നോക്കില്ല. പക്ഷെ അവസാനമായി വയ്യാതെ വന്നു. ഇപ്പൊ മുറിവുകളില്ല. അപ്പൊ തന്നെ അറിയാമല്ലോ, വഴി എടുത്തിട്ട് പണ്ടത്തെ പോലെ പോകാൻ വയ്യ, നാട്ടുകാരെ തല്ല് കിട്ടുന്നില്ല. അതുകൊണ്ട് മുറിവൊക്കെ കുറഞ്ഞു. അപ്പൊ ഇയാള് ചാടിക്കടിക്കില്ല തീരുമാനമായിട്ട് ഒരു യുവാവ് ചോദിച്ചു, അതാ രാമൻ നായർ, നിങ്ങൾ ഈ വടിയായിട്ട് നടന്നിട്ട് വല്ലോരും തല്ലാൻ ചെന്നോണ്ടല്ലേ എപ്പോഴും ഈ പരിക്കൊക്കെ പറ്റിയിരുന്നു? അപ്പൊ രാമൻ നായർ പറഞ്ഞ മറുപടി, 2025 വർഷത്തിൽ തുടക്കത്തിൽ തന്നെ നാം കേൾക്കുന്നു. ഞാൻ ഡിസംബർ 31 വരെ ഈ കഥയെ കുറിച്ച് രാമൻ നായർ പറഞ്ഞു, ഞാൻ വടിയായിട്ട് നടക്കണം, ആരെയും തല്ലാനല്ല. അല്ലേ? ഇന്നേ വരെ ഞാൻ ആരെയും തല്ലിയില്ല. എന്റെ മേല് പരിക്ക് വന്നത് ആരും എന്നെ ഇങ്ങോട്ടും തല്ലിയിട്ടുണ്ട്. അപ്പൊ പരിക്ക് ഞാൻ എന്നെ തല്ലിയാണ്. ഞാൻ ഈ വടിയുമായിട്ട് നടക്കുന്നത് എന്നെ തല്ലാണ്. സ്നേഹമുള്ള സുഹൃത്തുക്കളും ഗണ്യമേ ജീവിതം ശ്രദ്ധിക്കുന്നവരും ഈ രാമൻ നായരുടെ വടി കരുതണം. രാമൻ നായർ പറഞ്ഞു, ഞാൻ എന്നെ പരിഷ്കരിക്കുകയാണ്. ഈ നാട്ടിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ജീവിക്കാം. ഞാൻ ഇടപെടുന്നില്ല ഒരാളുടെ കാര്യത്തിൽ. ഞാൻ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ക്യാരക്ടറെ കുറിച്ച്. അദ്ദേഹം ഒരു ദുശ്ചിന്ത വന്നാൽ എന്തിനാ ഗോപാലകൃഷ്ണൻ പങ്കിട്ട് പോയത്? ഇന്ന കാര്യത്തിനല്ലേ? ആ ചിന്ത വേണ്ടല്ലോ, കൊടുത്തു റെഡി കാര്യം. ഇങ്ങനെ വേണ്ടാത്ത ചിന്ത. മക്കളോട്, മുതിർന്ന മക്കളോട് ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടും. ഇടപെടലില്ല അയാള്, പക്ഷെ മനസ്സുകൊണ്ട് ഇടപെടുമ്പോ മകൻ എവിടെ കാണാൻ പോണു?
സിനിമയ്ക്കാണ് സെക്കൻഡ് ഷോ ഭാര്യയും കുട്ടിയും കുട്ടിയുടെ പോകും. പകല് സമയം ഉണ്ടായില്ലേ എന്ന ചോദ്യം മനസ്സിൽ വരില്ലേ? ഈ സെക്കൻഡ് ഷോ തന്നെ പോകണം ഉറക്കൊഴിച്ചിട്ട്. കൂടെ 1 വയസ്സായ കുട്ടി എടുത്തിട്ടാ പോകും. അറിയാൻ പാടും. ചിന്ത വന്നില്ലേ? കൊടുത്തു മുഖത്തിലാക്കി. ഞാനിത് ആലോചിക്കേണ്ട കാര്യമല്ല. നമുക്കിനി എന്തൊക്കെ പരിവർത്തനം വരും? അനവധി പരിവർത്തനങ്ങളിലൂടെ വേണം വരാൻ. എല്ലാവരുടെ അഭിപ്രായവും കേൾക്കണമെന്നല്ല. എവിടെയാണ് നമ്മുടെ മനസ്സിൽ ദുശ്ചിന്ത വരുന്നത് കൊണ്ടല്ലേ നമുക്ക് പരാജയം സംഭവിക്കുന്നത്? ഈ വടിയുമായിട്ട് നടക്കുകയാണ്. ഇങ്ങനെ വടി തന്നെ വേണമെന്നല്ല, സങ്കല്പത്തിലൊരു വടി തോന്നുന്നു. അത് എന്റെ വിഷയമല്ലല്ലോ. നമ്മളുടെ വിഷയം ഓരോന്നുണ്ടല്ലോ. പലവരും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ മറുപടി പറയാറില്ല. എന്റെ വിഷയമല്ലാതെ എന്റെ വിഷയത്തെ ചില സദസ്സിൽ നിന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മേറ്ററുമായിട്ട് ബന്ധപ്പെട്ട വേണ്ട ചോദ്യം ചോദിക്കാൻ. കേരളത്തിൽ ആകെ എത്ര ഈച്ചകളുണ്ട്? ഞാൻ എന്താ മറുപടി പറയാം? ഞാൻ ഈച്ചകളെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചിട്ടില്ലല്ലോ നിങ്ങളോട്. സംസാരിച്ച വിഷയത്തെ പറ്റി ഒതുങ്ങുന്ന കാര്യമാവുന്നു. നമ്മുടെ ജീവിതത്തെ പറ്റി, ജീവിതത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ലേ ചോദിക്കണ്ടു. നാം മറ്റൊരാളോട് ചോദിക്കുമ്പോഴും അങ്ങനെ ആയിരിക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നാട്ടുകാരോട് സംസാരിക്കാൻ അല്ല. കാരണം നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അഥവാ അശ്രദ്ധ പറ്റിയാൽ ഇത്രയേ ഉള്ളൂ. ഏറ്റവും അടുത്ത് കേൾക്കുന്ന ഇത് കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അച്ഛനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അമ്മയോടല്ലേ എന്തും പറയാം. എന്തും പറയുകയും മാറ്റാൻ കഴിയുന്ന ഒരു ബ്ലോട്ടിംഗ് പേപ്പർ അല്ല ഇത്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നു രചയിതാവ് എന്നുള്ള കാലത്ത് അയാളുടെ മണ്ഡലത്തിൽ വരുന്ന കുറെ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എല്ലാവർക്കും പറയുന്നു. ധാരാളം പേര് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അവർക്ക് അറിയാത്ത കാര്യം അവർ പ്രമാണിയായതുകൊണ്ട് അവരങ്ങോട്ട് മിസ്റ്റേക്ക് എടുക്കും. അവർക്ക് ആ മാറ്റർ അറിയില്ല, നമുക്കറിയാം. അത് വായിച്ചിട്ട് നമ്മുടെ സമയം കളയുന്നത്. അവനവനെങ്ങനെ പരിതസ്ഥിതി തിരുത്തി ക്യാരക്ടർ തിരുത്തി 2025 എത്തില്ലേ, 26 ആവുമ്പോഴേക്കും കുറെ കൂടി പരിശുദ്ധി നേടിയ ഒരു വ്യക്തി ആകാനായിട്ട് ശ്രമം നടത്തുക എന്ന് ആദരപൂർവ്വം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നവവത്സര